ഡിപ്ലോമസി. നിങ്ങൾ അറിഞ്ഞോ ഇന്നലെ നമ്മുടെ അജിത് ഡോവൽ സൗദി അറേബ്യ സന്ദർശിച്ച വിവരം? അതിനു മുൻപ് കേരളത്തിലെ അടുപ്പുകൂട്ടി ചർച്ചക്കാരായ മന്ദബുദ്ധികൾക്ക് മനസ്സിലായോ ഇന്ത്യ എന്തുകൊണ്ടാണ് US, ഇസ്രായേൽ, ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാത്തതെന്ന്? നമുക്ക് ഇവിടേക്ക് വരാം. അജിത് ഡോവലിന്റെ സൗദി ഗെയിം പ്ലാൻ ഒന്നും കാണാതെ പട്ടര് വെള്ളത്തിൽ ചാടില്ല എന്നൊരു നാടൻ ചൊല്ലുണ്ട്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ കാര്യത്തിൽ ഇത് 100% ശരിയാണ്. അദ്ദേഹം ഒരു രാജ്യം സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇന്ത്യയുടെ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നുണ്ടാകും. ഇന്നലെ അദ്ദേഹത്തിന്റെ സൗദി സന്ദർശനം ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. എന്താണ് ഡോവലിന്റെ സൗദി നയതന്ത്രം? സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാലങ്ങളായുള്ള ഭായി ബന്ധത്തിൽ ഇന്ന് വലിയ വിള്ളലുകൾ വീണിരിക്കുന്നു. ഇതിനു പിന്നിലെ പ്രധാന സൂത്രധാരൻ അജിത് ഡോവലാണ്. പാകിസ്ഥാൻ എന്ന പഴയ സുഹൃത്ത് പുറത്തേക്ക്. ഭീകരവാദത്തിന് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയുടെ കൃത്യമായ തെളിവുകൾ സൽമാൻ രാജാവിനും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും മുന്നിലെത്തിക്കാൻ ഡോവലിന് കഴിഞ്ഞു. ഫലം ഇന്ന് സൗദിക്ക് പാകിസ്ഥാനേക്കാളും പ്രിയം ഇന്ത്യയോടാണ്. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ വിജയം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാൻ കരഞ്ഞു വിളിച്ചിട്ടും സൗദി ഇന്ത്യയെ എതിർക്കാതിരുന്നത് ഡോവലിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ മൂലമാണ്. സൗദിയിൽ ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങളും സുരക്ഷാ ഉറപ്പുകളും പകരം നൽകിക്കൊണ്ട് ആ നിശബ്ദത അദ്ദേഹം ഉറപ്പാക്കി. സൗദിയുടെ മാറിയ മുൻഗണനകൾ വിഷൻ 2030 സൗദി ആധുനിക വൽക്കരണത്തിലേക്ക് നീങ്ങുമ്പോൾ അവർക്ക് വേണ്ടത് പാകിസ്ഥാന്റെ സൈനിക സഹായമല്ല, മറിച്ച് ഇന്ത്യയുടെ സാങ്കേതിക സാമ്പത്തിക കരുത്താണ്. ഊർജ്ജ സുരക്ഷ, പശ്ചിമേഷ്യ യുദ്ധങ്ങൾക്കിടയിലും ഇന്ത്യയിലേക്കുള്ള എണ്ണ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കുക, രഹസ്യ ഇന്റലിജൻസ് കൈമാറ്റം, ഭീകരവാദികളെയും ലഹരിമരുന്ന് കടത്തലിനെയും അടിച്ചമർത്താൻ സൗദിയുമായി ചേർന്ന് അതീവ രഹസ്യമായ സുരക്ഷാ പങ്കാളിത്തം, ക്രിമിനലുകളെ കൈമാറൽ, ഇന്ത്യ തിരയുന്ന കുറ്റവാളികളെ സൗദിയിൽ നിന്ന് വിട്ടു നൽകുക, നയതന്ത്ര ചർച്ചകൾ തുടങ്ങിയവയാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. IMC പദ്ധതി, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ വേഗത്തിലുള്ള നിർമ്മാണം, പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ്, പാകിസ്ഥാൻ സൗദി നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ പോലും ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾ പരിഗണിച്ചായിരിക്കണമെന്ന് ഉറപ്പാക്കൽ. ചുരുക്കത്തിൽ സൗദി രാജകുടുംബത്തിന് അജിത് ഡോവലിനുള്ള വിശ്വാസം പ്രോട്ടോകോളുകൾക്കും അപ്പുറമാണ്. എന്ന് വെച്ചാൽ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ വിശ്വസ്തനായ സുരക്ഷാ ഉപദേഷ്ടാവ് മുസാദ് അൽ ഐബാനുമായി ഡോവലിന് വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഈ ചാനൽ വഴി ഏതു വലിയ പ്രതിസന്ധി ഘട്ടത്തിലും പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനങ്ങൾ നേരിട്ട് രാജകുടുംബത്തിലേക്ക് എത്തിക്കാൻ ഡോവലിന് സാധിക്കുന്നു. പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനും ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കാനും ഈ സൈലൻസ് ഡിപ്ലോമസി വലിയ പങ്ക് വഹിക്കുന്നു. ഭാരതത്തിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഡോവൽ നടത്തുന്ന ഈ നീക്കങ്ങൾ ഏത് ആഴക്കടലിലും കൃത്യമായ ലക്ഷ്യത്തോടെ മാത്രം ചാടുന്ന ഒരു മാസ്റ്റർ തന്ത്രജ്ഞന്റെ അടയാളമാണ്.